ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റല്ലേ? നമ്മുടെ SSLC മോഡൽ എക്സാം കഴിഞ്ഞു. നമ്മൾ ഇന്ന് SSLC മോഡൽ എക്സാമിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യനിലൂടെയും ഡീറ്റെയിൽ ആയിട്ട് കടന്നുപോയി എങ്ങനെയാണ് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ മാത്സിൽ 80 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിൽ ഇത് തീരില്ല. ഇത് ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ 3-4 പാർട്ടിലായിട്ട് മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ക്യാൻ ബി ദി ടേം ഇൻ ദി അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11? ചുവടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാകുന്നത്? അതായത് 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിൽ 25 ആണോ, 30 ആണോ, അതോ 35 ആണോ, അതോ 40 ആണോ ഉള്ളത് എന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ ഇതിന്റെ പൊതുവ്യത്യാസം D സമം, ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാ? 5 8 ആയി, 8 11 ആയി, 3 ആണ് കൂടി പോകുന്നത്. പൊതുവ്യത്യാസം 3 ആണെന്ന് വിചാരിക്കാം. x1 ആദ്യ പദം എത്രയാണ്? 5 ആണെന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സെറ്റ് ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് അറിയണം, മനസ്സിലാവണം. ഇനി നമ്മൾ നോക്കാം. 25 എടുക്കാം. 25ൽ നിന്നും 5 കുറക്കാം. 20 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അതിനർത്ഥം 20 അല്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അടുത്തത് 30 എടുക്കാം. ഈ 30ൽ നിന്നും 5 മൈനസ് ചെയ്യുക. ആദ്യ പദം ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. 30ൽ നിന്നും 5 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 25 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ അതും അതിലില്ല. അടുത്തത് 35 35ൽ നിന്നും 5 മൈനസ് ചെയ്താൽ ബാക്കി 30 3ന്റെ ഗുണിതമാണോ? അതെ, 30 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ഒരു സാധ്യതയുള്ളതാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കാം. 40ൽ നിന്നും 5 കുറച്ചാൽ 35 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാണ് മക്കളെ? ഇതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ 35 മൈനസ് 5/3 എത്ര കിട്ടി? 30/3 എത്രയാണ്? 10. ഒരു സാധാരണ സംഖ്യ കിട്ടി. ഇനി ഇതേ ചോദ്യം തന്നെ, ഈ 35 ഇതിൽ എത്രാമത്തെ പദമാണ്, എത്രാമത്തെ പൊസിഷനിൽ കിടക്കുന്ന പദമാണെന്ന് ചോദിച്ചാൽ ഈ 10ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 11 കിട്ടും. അതായത് ഈ 35 ഈ സമാന്തര ശ്രേണിയിൽ എത്രാമത്തെ പദമാണ്? 11ാമത്തെ പദമായിരിക്കും, 11th ടേം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അടുത്ത എക്സാമിൽ എങ്ങനെയാണ് ചോദിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഏതാണ്? SSLC മാർച്ചിൽ നടക്കാൻ പോകുന്ന എക്സാം ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? A line is drawn through. മക്കളെ ശ്രദ്ധിക്കണേ. എന്താണ്? A line is drawn through the point 2, 3 and parallel to x-axis. What is the coordinate of the point which of the line cuts the y-axis? എന്താണ്? x അക്ഷത്തിന് സമാന്തരമായി 2, 3 എന്ന ബിന്ദുവിലൂടെ ഒരു വര വരച്ചാൽ ഈ വര y അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന സൂചക സംഖ്യ ഏതാണ്? നോക്കാം. നമുക്കൊരു റഫ് ആയിട്ട് നമുക്കിതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു y ആക്സിസ് വരച്ചു, ഒരു x ആക്സിസ് വരച്ചു. കാണുന്നുണ്ട്? y ആക്സിസ് വരച്ചു, x ആക്സിസ് വരച്ചു. ഇനി നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റ് 2, 3 ആണ്. അത് ഏകദേശം ഇവിടെ വന്നു എന്ന് വിചാരിച്ചോ. 2, 3 ഈ 2, 3യിലൂടെ പാസ് ചെയ്ത് പോകുന്ന x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു വര വരക്കാൻ പറഞ്ഞു. ഈ വര ഇവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ഈ പോയിന്റ് എവിടെയാണ്? y ആക്സിസിലാണ്. അപ്പൊ x 0 ആണ്, y എത്രയായിരിക്കും? 3 ആയിരിക്കും. അതായത് 0, 3 ആണ്. ആൻസർ എത്രയാണ് വരിക മക്കളെ? 0, 3. ഈ 0, 3 എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ 0, 3 ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ? Which of the following is algebraic form of the arithmetic sequence 7, 11, 15? ചുവടെ തന്നിരിക്കുന്നതിൽ 7, 11, 11 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് എഴുതേണ്ടത്. സമാന്തര ശ്രേണിയുടെ ബീജഗണിതം. ഓക്കെ, ഇതിന്റെ പൊതുവ്യത്യാസം എത്ര നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ പൊതുവ്യത്യാസം എത്ര? 7, 11, 15 4ആണ്. അപ്പൊ 3n 4n വേണം. അപ്പൊ ഇത് അതിലില്ല. ഇതിന് സാധ്യതയുണ്ട്, ഇതിനും സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? പൊതുവ്യത്യാസം എത്രയാണോ അത്രയും n ആണ് ഉണ്ടാവുക. ഇത് 3n ആണ്. നമ്മുടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ്. അപ്പൊ 4n ഇതാണുള്ളത്. ദെൻ
എന്താണ് dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. എന്താണ് dn പ്ലസ് എഫ് മൈനസ് ഡി. ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറക്കണം. അതായത് 7ൽ നിന്നും പൊതുവ്യത്യാസം 4 കുറച്ചാൽ എത്രയാണ്? 3. അപ്പൊ 4n പ്ലസ് 3 ആണ് ആൻസർ വരിക. എത്രയാണ് ആൻസർ വരിക? 4n പ്ലസ് 3. ഇതാ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? 3 മാർക്ക്, 3 ക്വസ്റ്റ്യൻ 3 മാർക്ക്. ക്ലിയർ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താ? What are the coordinates? What are the x coordinate of the point where the graph of the polynomial p of x is equal to x square minus 9x plus 14 cut the x axis? x square minus 9x plus 14 എന്ന ബഹുപദ ചിത്രം x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ ഏതെല്ലാം? ഇവിടെ 2 3 3 6 minus 2 7 minus 3 6 ഒക്കെയാണ്. നമ്മൾ എപ്പോഴും എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുമ്പോൾ y 0 ആയിരിക്കും നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ നമ്മുടെ ഓപ്ഷനിലൊന്നും അതില്ല. അപ്പൊ നമ്മളത് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയൽ ഉണ്ട്. എന്താ പോളിനോമിയൽ? പി ഓഫ് എക്സ് സമം എന്താണ്? പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 14 സമം 0 ആണെന്ന് നമ്മൾ വിചാരിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം. എന്താണ് നമുക്കറിയാം? ഒന്ന് നോക്കിക്കേ. 9 a പ്ലസ് ബി എന്ന് പറയുന്നത് -9 ആണ്. a ഇൻറ്റു ബി 14 ആണ്. അപ്പൊ നമ്മൾ എഴുതി a പ്ലസ് ബി സമം -9, a ഇൻറ്റു ബി സമം 14. നിങ്ങളൊന്ന് നോക്കിക്കേ. രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ 14 കിട്ടണം. അതേ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 9 കിട്ടണം. ഏതൊക്കെയായിരിക്കും ആ സംഖ്യ? -7 ആൻഡ് -2. -7 -2 ആയിരിക്കും എയും ബിയും എന്ന് പറയുന്നത്. എയും ബിയും -7 -2 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 2ഉം 7ഉം ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2ഉം 7. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ 2ഉം 7ഉം എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, 2 7. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ എ ആണ് 2 7. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The score of 8 students in an exam given below. 8 കുട്ടികൾ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കാണ് നൽകിയിട്ടുള്ളത്. 50 62 52 66 64 56 55 70 80. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഇതിന്റെ എന്താണ് കാണേണ്ടത്? മീഡിയൻ ആണ് കാണേണ്ടത്, മധ്യമമാണ്. എടാ മധ്യമം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നതിന് ഒരു ഓർഡറിൽ എഴുതണം. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതണം. അപ്പൊ ആദ്യം ഏറ്റവും ചെറുത് 50 ആണ്. അപ്പൊ 50 ഞാൻ ആദ്യം എഴുതി 50. അടുത്തതോ 52 ആണ്. 52 എഴുതി. പിന്നെ ചെറുത് 55 ഉണ്ട്. അപ്പൊ 55 എഴുതി. പിന്നെ ചെറുത് 56 ആണ്. 56 എഴുതി. പിന്നെയോ 64 ഉണ്ട്. 64 എഴുതി. പിന്നെയോ 66 ആണ്. 66 എഴുതി. പിന്നെ 70 ആണ്. പിന്നെ എത്രയാണ്? 80 ആണ്. 70 ആണ് 80 ആണ്. സെറ്റ് ആണല്ലോ? സെറ്റ്. ഇതിൽ 8 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ നടുക്ക് 2 എണ്ണം ഉണ്ടാവും. ഏതൊക്കെയാണ് 2 എണ്ണം? 56ഉം 64ഉം. 56ഉം 64ഉം. ഈ 56ന്റെയും 64ന്റെയും നടുക്കുള്ള സംഖ്യ ആയിരിക്കും മധ്യമം, മീഡിയൻ. നിങ്ങളൊന്ന് പറഞ്ഞ് 56ന്റെയും മക്കളെ ശ്രദ്ധിച്ചേ. 56ന്റെയും 64ന്റെ ഇടയിലുള്ള സംഖ്യ ഏതാണ്? 60 ആണ്. ഏതാണ്? 60. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടി ഓപ്ഷൻ ഡി 60. സെറ്റ് ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? സെറ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ? ദി സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ 120. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സോളിഡ് സ്ഫിയർ, ഒരു ഗോളത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എത്രയാണ്? 120 ആണ്. അങ്ങനെ ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 halves. ഇത് 2 പകുതിയായിട്ട് മുറിച്ചു. What would be the surface area of one hemisphere? ഓക്കെ, ഒന്നിന്റെ പരപ്പളവ് എത്രയാ? കട്ടിയായ ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 120. ഇതിനെ 2 അർദ്ധഗോളങ്ങളായി മുറിച്ചാൽ അതിലൊരു അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എത്രയായിരിക്കും? അപ്പോ ഒരു സ്ഫിയർ ആണെന്ന് വിചാരിച്ചോ. ഏതാണ് ഒരു സ്ഫിയർ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വൺ വേർഡ് ആൻസർ ചെയ്യുന്നത് പോലെയല്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു സ്ഫിയർ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഈ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 4πr². ഈ 4πr² ആണ് എന്ത് കിട്ടിയത്? 120 കിട്ടിയത്. അങ്ങനെയെങ്കിൽ πr² എന്ന് പറയുന്നത് 120 × 4 അപ്പുറത്ത് പോയാൽ 4. അതായത് πr² എന്ന് പറയുന്നത് 30 ആണ് കിട്ടുക. πr² എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 30. ഇനി മക്കളെ നോക്കിക്കേ, നമുക്കൊരു ഹെമിസ്ഫിയർ ഉണ്ട് എന്ന് വിചാരിച്ചോ. നമുക്ക് എന്താണുള്ളത്? ഹെമിസ്ഫിയർ. ഇത് മുറിച്ചാൽ 2 ഹെമിസ്ഫിയർ കിട്ടും. ഈ ഹെമിസ്ഫിയറിന്റെ അർദ്ധഗോളത്തിന്റെ
ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 3πr². എത്രയാണ്? 3πr². അതായത് 3 ഇൻറ്റു πr². നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. 3 ഇൻറ്റു 30 എത്രയാണ് ആൻസർ? 90 യൂണിറ്റ്സ്. 90 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അപ്പൊ 90 ആണ് ഉത്തരം. എവിടെ 90? 90 ഉണ്ടോ? ഇതാ കിടക്കുന്നു 90. ഓപ്ഷൻ ബി. എത്രയാണ്? 90. ക്ലിയർ ആണല്ലോ? വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി നമ്മൾ വൺ വേർഡ് വിട്ടിട്ട് നമ്മൾ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നന്നായിട്ട് ശ്രദ്ധിക്കാം മക്കളെ, നന്നായിട്ട് ശ്രദ്ധിക്കാം. എന്താ? ഇൻ ദി പിക്ചർ O is the center of the circle. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. If we put a dot inside the circle without looking, then what is the probability that do falls inside the shaded part? ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. O എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ചിത്രത്തിൽ കണ്ണടച്ചിട്ട് ഒരു ടച്ച് ചെയ്തു. ആ കണ്ണടച്ചിട്ട് ഞാനിത് അങ്ങനെ ടച്ച് ചെയ്യാന്ന് വിചാരിച്ചു. എവിടെയായത്? ഷെയ്ഡ് ചെയ്തതിലാണോ? അല്ല. ഞാനിത് കണ്ണടച്ചൊരു കുത്തിട്ടാൽ കറുപ്പിച്ച ഭാഗത്ത് എത്താനുള്ള സാധ്യത. അപ്പൊ കണ്ണടച്ച് ഇങ്ങനെ കുത്താണ്. വീണ്ടും കറുപ്പിച്ച ഭാഗത്തല്ല, വീണ്ടും കണ്ണടച്ച് കുത്തി, കറുപ്പിച്ച ഭാഗത്തല്ല. അത് സർക്കിളിലേ അല്ല അല്ലെ? അപ്പൊ ഇങ്ങനെ കണ്ണടച്ച് നമ്മളൊരു കുത്തിട്ടാൽ അത് കറുപ്പിച്ച ഭാഗത്താവാനുള്ള സാധ്യത എത്രയാണെന്നാണ് മക്കളെ. പ്രോബബിലിറ്റി എത്രയാണെന്നാണ് അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? ഡാർക്ക് റീജിയൻ, ഷെയ്ഡഡ് റീജിയൻ എന്നൊക്കെ പറയും. ഒരു ഷെയ്ഡഡ് ഭാഗം കിട്ടാനുള്ള, ഷെയ്ഡഡ് ഭാഗത്ത് എത്താനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ആദ്യം എത്ര ഉണ്ട് നോക്കണം. ഷെയ്ഡ് ചെയ്ത ഭാഗം ഒന്ന് നോക്കിക്കേ. ഷെയ്ഡ് ചെയ്തത് ഒരു 30 ഡിഗ്രി ഉണ്ട്, ഒരു 40 ഡിഗ്രി ഉണ്ട്, ഒരു 50 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഷെയ്ഡ് ചെയ്തത് 30 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രിയാ. 30 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. അതായത് ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. അതായത് ടോട്ടൽ സർക്കിളിന്റെ 120 120 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. പല ഭാഗത്താണെങ്കിലും ഷെയ്ഡ് ചെയ്തതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ എത്രയാണ്? 120. അപ്പൊ ആകെ വൃത്തം എത്രയാണ്? 360 120. ശ്രദ്ധിച്ചല്ലോ? 360 120 എത്രയാണ്? 120 1 120 360 3. അപ്പൊ പ്രോബബിലിറ്റി, സാധ്യത, നമ്മളൊരു കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഡാർക്ക് റീജിയണിൽ തട്ടാനുള്ള സാധ്യത എത്രയാണ് മക്കളെ? 1/3 ആണ്. 1/3. വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. എന്താ? എ ബോക്സ് കണ്ടെയ്ൻസ് 20 apples and 30 oranges and one is taken from it. What is the probability of getting apple? What is the probability of getting orange? 10 more apples put in the box, then what is the probability of getting an orange? എന്താണ്? ഒരു പെട്ടിയിൽ 20 ആപ്പിളും 30 ഓറഞ്ചും ഉണ്ട്. 20 ആപ്പിളും 30 ഓറഞ്ചും. ഈ പെട്ടിയിൽ നിന്നും നോക്കാതെ ഒരെണ്ണം എടുത്താൽ ആപ്പിൾ കിട്ടാനുള്ള സാധ്യത, ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത. 10 ആപ്പിൾ കൂടി ഈ പെട്ടിയിൽ ഇട്ടതിന് ശേഷം ഒരെണ്ണം എടുത്താൽ അത് ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് മക്കളെ ചോദ്യം. എന്താണ് ഇപ്പൊ ഈ ചോദ്യം? നമ്മുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ട്. ഇതാ കിടക്കുന്നു പെട്ടി. ഒരു പെട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതാ ഈ പെട്ടി, നല്ല വൃത്തിയിലുള്ള ഒരു പെട്ടി. ഈ പെട്ടിയിൽ എന്താ ഉള്ളത് മക്കളെ? ഈ പെട്ടിയിൽ എന്താണുള്ളത്? 20 ആപ്പിൾ. APPLE 20 ആപ്പിൾ. എത്ര ഓറഞ്ച് ആണ്? 30 ഓറഞ്ച് ആണുള്ളത്. 20 ആപ്പിൾ ആൻഡ് 30 ഓറഞ്ച്. ചോദ്യം ടോട്ടൽ ആകെ എത്ര ഉണ്ട് എന്ന് ആദ്യം കാണണം. ആകെ എത്രയാ? 30ഉം 20ഉം 50 ഫ്രൂട്ട്സ് അതിലുള്ളത്. ആകെ എത്ര ഫ്രൂട്ട്സ് ആണ്? 50. ഇനി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആപ്പിൾ? ഒരു ആപ്പിൾ കിട്ടാനുള്ള സാധ്യത അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, നന്നായിട്ട് ശ്രദ്ധിച്ചോ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആപ്പിൾ, ആപ്പിൾ കിട്ടാനുള്ള സാധ്യത, ആപ്പിൾ കിട്ടാനുള്ള സാധ്യത. ആകെ എത്ര പഴം ഉള്ളത്? 50 പഴം. അതിൽ ആപ്പിൾ എത്ര എണ്ണമേ ഉള്ളൂ? 20 എണ്ണമേ ഉള്ളൂ. ഇത് ചെറുതാക്കിയാൽ 2/5. സെറ്റ് ആണല്ലോ. ബി ക്വസ്റ്റ്യൻ, ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത മക്കളെ. ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓറഞ്ച്. മലയാളം മീഡിയക്കാർ എന്ത് എഴുതും? ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത. ഓറഞ്ച് ആകെ 30 ഓറഞ്ച്. ആകെ എത്ര പഴം ഉള്ളത്? 50. അങ്ങനെയെങ്കിൽ 3/5. സെറ്റ് ആണല്ലോ. വെരി 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 ഈസി. അങ്ങനെയെങ്കിൽ സി ക്വസ്റ്റ്യൻ മക്കളെ നമുക്കൊന്ന് നോക്കാം. സി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഇതില് ഒരു 10 പഴം കൂടി ഇട്ടു. എത്ര പഴം കൂടി ഇട്ടു? 10 പഴം. ആ 10 പഴം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 10 ആപ്പിൾ കൂടിയിട്ടാട്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എത്ര ഇട്ടത്? 10 ആപ്പിൾ കൂടിയിട്ടാണുള്ളത്. അപ്പൊ ടോട്ടൽ 10 ആണല്ലേ. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയായി? 60 എണ്ണായി. ഓക്കെ, ആദ്യം നമ്മൾ നോക്കിയത് ആപ്പിള് 20, ഓറഞ്ച് 30 ആയിരുന്നു. പിന്നീട് 10 എണ്ണം ഇട്ടു. ആ 10 എണ്ണം ഇട്ടത് ഏതാണെന്നാ പറഞ്ഞത്? ആപ്പിൾസ് ആണ് ഇട്ടത്.
10 അധികം ഇട്ടത് ഏതാണ്? ആപ്പിൾസ് ആണ് മക്കളെ ഇട്ടത്. അങ്ങനെയെങ്കിൽ സി ക്വസ്റ്റ്യന്റെ ആൻസർ സി. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓറഞ്ച് എങ്ങനെ? 10 കൂടി അധികം ഇട്ടാൽ ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത. എടാ ഇവിടെ ആകെ ഇപ്പൊ എത്ര പഴമുണ്ട്? 60 പഴമുണ്ട്. അതിൽ ഓറഞ്ച് ആണോ കൂടുതൽ ഇട്ടത്? ഓറഞ്ച് പഴയ തന്നെയാണ്, 30 തന്നെ ഉള്ളൂ. 30 സമം ചെറുതാക്കിയാൽ 1/2 കിട്ടും. പകുതി 60ൽ പകുതി 30. അപ്പൊ 1/2 1/2. ക്ലിയർ ആണല്ലോ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ ബാഗ് കണ്ടെയ്ൻസ് 7 white and 8 blue balls. In another bag there are 6 white and 10 blue. One ball from each bag is taken. In how many ways can pair of balls chosen one bag? One from each bag. എന്താണ്? What is the probability of both being white? What is the probability of that at least one white? At least ഒക്കെ വന്നാൽ ശ്രദ്ധിക്കണം. എന്താ? ഒരു സഞ്ചിയിൽ 7 വെളുത്ത പന്തുകളും 8 നീല പന്തുകളും ഇട്ടിട്ടുണ്ട്. 7 വെള്ള 8 നീല. മറ്റൊരു സഞ്ചിയിൽ 6 വെളുത്തതും 10 നീല പന്തുകളും ഉണ്ട്. 2 സഞ്ചികളിൽ നിന്നും ഓരോ പന്ത് എടുക്കുന്നു. ഇനി 2 സഞ്ചികളിൽ നിന്നും ഒരു പന്ത് വീതം എത്ര തരത്തിലെടുക്കാം? 2 സഞ്ചികളിൽ നിന്നും ഒരു പന്ത് വീതം എത്ര തരത്തിലെടുക്കാം? 2 വെളുത്തതാകാനുള്ള സാധ്യത, ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യത. സിമ്പിൾ ആണ്. ആദ്യം ഈ ചോദ്യം വായിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായത് എന്താ? 2 സെഞ്ചി ഉണ്ട്. എത്ര സെഞ്ചി മക്കളെ? എത്ര സെഞ്ചിയാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിൽ 2 സെഞ്ചിയാണുള്ളത്. ഇതാ കിടക്കുന്നു ആദ്യത്തെ സെഞ്ചി. ഓക്കെ, സെഞ്ചിയാണ്. കുറച്ച് വൃത്തിയൊക്കെ ആയിക്കോട്ടെ. സെഞ്ചി. ഇവിടെ രണ്ടാമത്തെ സെഞ്ചി ഉണ്ട്. സെക്കൻഡ് സെഞ്ചി. 2 സെഞ്ചീസ് ആർ ദർ. അതാ എത്ര സെഞ്ചി ഉള്ളത്? 2 സെഞ്ചി ഉള്ളത്. സെറ്റ് ആണല്ലോ? 2 സെഞ്ചി. ഓക്കെ, നോക്കിക്കോ. ഈ 2 സെഞ്ചിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. എത്ര വെള്ളപ്പന്ത്? ആദ്യത്തെ സെഞ്ചിയിൽ മക്കളെ 7 വൈറ്റ്, 7 വൈറ്റ്, W ഉള്ളൂ. എത്ര ബ്ലൂ? 8 ബ്ലൂ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ സെഞ്ചിയിൽ 6 വൈറ്റ്, എത്ര? 10 ബ്ലൂ ബാൾസ്. ക്ലിയർ ആണല്ലോ? ഇനി ആദ്യം ഒന്നാമത്തതിൽ ടോട്ടൽ എത്ര ഉണ്ട്? 8ഉം 7ഉം 15 എണ്ണം. രണ്ടാമത്തതിൽ ടോട്ടൽ എത്ര ഉണ്ട്? 10ഉം 6ഉം 16 എണ്ണം. സെറ്റ്. ഇത്രയും സെറ്റാണോ? ഇത്രയും സെറ്റാണോ? അങ്ങനെയെങ്കിൽ എ ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ പെയർ ഓഫ് ball be chosen one from each bag? ഓരോന്ന് നിർത്താൽ ആകെ ടോട്ടൽ പെയേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. എന്താ? ടോട്ടൽ പെയേഴ്സ് അഥവാ ആകെ ജോഡികൾ. ഒന്നാമത്തെ പെട്ടിയിൽ ആകെ എത്ര പന്തുണ്ട്? 15 ഇൻറ്റു. രണ്ടാമത്തെ പെട്ടിയിലോ 16. 15 ഇൻറ്റു 16 എത്രയാണ്? 15 ഇൻറ്റു 16 240. അപ്പോ എത്ര പേരെ കിട്ടൂ? 240 പേരെ നമുക്ക് ഇതിൽ നിന്നും ടോട്ടൽ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇനി ബി ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് വൈറ്റ്? രണ്ടും വെള്ള. ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും വെള്ളം കിട്ടണം, രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും വെള്ളം കിട്ടണം. വെള്ള കിട്ടണം, വൈറ്റ് കിട്ടണം. അപ്പൊ ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും 7 വെള്ള, രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും 6. അത്രയല്ലേ ഉള്ളൂ? 7 6 42. അപ്പൊ വെള്ള മാത്രം കിട്ടുന്ന എത്ര ജോഡികൾ ഉണ്ടാവും? 42 ജോഡികൾ ഉണ്ടാവും. അപ്പൊ പ്രോബബിലിറ്റി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ആണ്. എത്ര എണ്ണം? വെള്ള മാത്രം കിട്ടുന്നത് 42 ജോഡിയാണുള്ളത്. ആകെ എത്ര ജോഡിയുണ്ട്? 240 ജോഡിയുണ്ട്. അപ്പൊ 240ൽ 42 സമം 42നെയും 240നെയും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 6 അല്ലേ? 42ൽ എത്ര 6 ഉണ്ട്? 42ൽ 7 7 6 42 ബൈ 240ലോ എത്ര 6 ഉണ്ട്? 4 4 6 24 അഥവാ 40. അപ്പൊ ഇത് ചുരുക്കിയിട്ട് എന്ത് എഴുതാം? 7/40 എന്ന് എഴുതാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒന്നെങ്കിലും വെളുത്തതാവാനുള്ള സാധ്യത. സി ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 1 ബോൾ ഷുഡ് ബി വൈറ്റ്. ഒന്നെങ്കിലും എന്താവണം? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്. ഒന്നെങ്കിലും എന്താവണം? വെള്ളയാവണം. എടാ ഒന്നെങ്കിലും വെള്ളയാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്നും വെള്ള, ഇവിടുന്നും വെള്ള ആയിക്കൂടെ? ശ്രദ്ധിച്ചോ. ഈ 2 എണ്ണത്തിൽ നിന്നും ഏതെങ്കിലും ഒരു വെള്ള കിട്ടണം. അതായത് ഇവിടുന്നും വെള്ള, ഇവിടുന്നും വെള്ള അതായിക്കൂടെ? അപ്പൊ ഇവിടുന്നും വെള്ള, ഇവിടുന്നും വെള്ളയാവാം. അതായത് 6 × 7 = 42. ക്ലിയർ? അടുത്തത് ഇവിടുന്ന് വെള്ള, ഇവിടുന്ന് കറുപ്പ്. ഇങ്ങനൊരു സാധ്യത ഉണ്ടല്ലോ. ഇവിടുന്ന് വെള്ള, ഇവിടുന്ന് കറുപ്പ്. അതായത് 7 ×
10 7 ഇൻറ്റു 10 7 ഇൻറ്റു 10 എത്രയാ 70. അടുത്തതോ ഇവിടുന്ന് കറുപ്പ്, സോറി ഇവിടുന്ന് വെള്ള ഇവിടുന്ന് കറുപ്പ്, അതായിക്കൂടെ ഇവിടുന്ന് വെള്ള ഇവിടുന്ന് കറുപ്പ്, ഏതാണത് 8 ഇൻറ്റു 6 എത്രയാണ് 8 ഇൻറ്റു 6 8 6 എത്രയാണ് 48. ഇതെല്ലാം കൂടി കൂട്ടിക്കേ, ഇതെല്ലാം കൂടി കൂട്ടിയാൽ 40 40 80 80 10 90 90 70 160. അതായത് ഒന്നിലെങ്കിലും വെള്ളയാവാൻ സാധ്യതയുള്ള പെയേഴ്സ് എത്ര ഉണ്ട് 160 ജോഡികളുണ്ട്. ഇനി സാധ്യത പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എത്രയാണ് 160 എത്രയില് 240 സമം 0 0 ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര കിട്ടും 16/24. 16ലും 4 ഉണ്ട് 24ലും 4 ഉണ്ട് 4 4 16 24ൽ എത്ര 4 5 4 20 6 4 24 ചെറുതാക്കിയാൽ 2/3. സെറ്റാണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ലളിതമായ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാർട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇതിന്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള വീഡിയോ ഉണ്ടാകും. സെറ്റാണല്ലോ മക്കളെ, ശ്രദ്ധിച്ചേ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 40ഉം ആദ്യത്തെ 8 പദങ്ങളുടെ തുക 180ഉമാണ്. ശ്രദ്ധിച്ചോ, എന്താണ് the sum of first 7 terms of an arithmetic sequence is 140 and the sum of first 8 term is 180. then question 4ാം പദം 5ാം പദം ആദ്യത്തെ 10 പദങ്ങളുടെ തുക. സംഭവം സിമ്പിൾ ആണ്, നോക്കിക്കോ. ആദ്യത്തെ 7 പദങ്ങളുടെ തുക, അതായത് S7 is equal to 140. ആദ്യത്തെ 8 പദങ്ങളുടെ തുക എത്രയാണ് 180. ഇനി ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം കിട്ടണം. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 40 ആണ്, ആദ്യത്തെ 8 പദങ്ങൾ 180. അപ്പൊ 7 പദത്തിൽ കൂടെ 8ാമത്തെ പദം കൂടി കൂട്ടിയപ്പോഴാണ് ഈ 140 എത്രയായിട്ട് മാറിയത് 180 ആയത് മാറിയത്. അതായത് 8ാം പദം എന്ന് പറയുന്നത് 40 ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവണം. ശ്രദ്ധിച്ചോ, ഒന്നുകൂടി പറയാം. എന്താണ് സംഭവം? ആദ്യത്തെ 7 പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 140, സം ഓഫ് ഫസ്റ്റ് 8 ടേംസ് ആദ്യത്തെ 8 പദം 7 പദങ്ങളുടെ തുക 140, 8 പദങ്ങളുടെ തുക 180. അതായത് ഒരു പദം ഒരു ടേം മാറിയപ്പോ 140 180 ആയി. അപ്പൊ ആ പദം എത്രയായിരിക്കും? 8ാമത്തെ പദം എത്രയാണ് 40 കിട്ടി. ഇനി ഫോർത്ത് ടേം ആ ചോദിച്ചത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ, x4 ആണ് ചോദിച്ചത്. എന്താണ്? ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. എടാ ആദ്യത്തെ 7 പദങ്ങളിൽ നടുക്കത്തെ സംഖ്യ 4ാമത്തെ പദമായിരിക്കും. അപ്പൊ 4ാമത്തെ പദം കിട്ടാൻ 140/7 പദങ്ങളുടെ തുകയാണ് 7. 140/7 140ൽ എത്ര 7 ഉണ്ട് 20. അപ്പൊ x4 നമുക്ക് എത്ര കിട്ടി 20 കിട്ടി. ഇനി 5ാം പദം എത്രയാണെന്ന് ചോദിച്ചത്. 5ാമത് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? കോമൺ ഡിഫറൻസ് അറിയണം, പൊതുവ്യത്യാസം d സമം. മക്കളെ നമുക്ക് 2 പദം ഇവിടെ കിട്ടിയിട്ടുണ്ട്. 8ാം പദം 40 ആണ്, 4ാം പദം എത്രയാണ് 20 ആണ്. അപ്പൊ നമുക്കറിയാം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അതായത് 40 - 20/8 - 4 സമം 20/4 സമം 5 കിട്ടി. ക്ലിയർ ആണല്ലോ? 20/4 സമം 5. അങ്ങനെയാണെങ്കിൽ 5ാം പദം x5 സമം x4ന്റെ കൂടെ ഒരു 5 കൂട്ടിയാ പോരെ. അതായത് x5 സമം എത്രയാണ് 20 + 5, അതായത് x5 സമം 25. ഇപ്പൊ നമുക്ക് 5ാം പദം കിട്ടി, 4ാം പദം കിട്ടി, 8ാം പദം കിട്ടി. പൊതുവ്യത്യാസം ഞാൻ ഇവിടെ എഴുതാണ്, d സമം എത്ര കിട്ടി 5 കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. സെറ്റ് ആണല്ലോ. അടുത്തത് ആദ്യത്തെ 10 പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് S10 ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ്. എടാ ആദ്യത്തെ 10 പദങ്ങൾ 10 ഒരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യകളുടെ തുകയല്ല, നമ്പർ ഓഫ് ടേംസ് ഇരട്ടയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, നമ്പർ ഓഫ് പെയേഴ്സ് ജോഡികളുടെ എണ്ണം ഇൻറ്റു സം ഓഫ് വൺ പെയർ, ഒരു ജോഡിയുടെ തുക. ദിസ് ഈസ് ഈക്വൽ ടു 10 പദാണ്. എത്ര ജോഡി ഉണ്ടാവുക 5 ഇൻറ്റു ഒരു ജോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം x5 + x6 എടുക്കാം. 5ാം പദവും 6ാം പദവും എന്താണ് ഒരു ജോഡി തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5ാം പദം എത്രയാണ് 25 ആണ്, പ്ലസ് 25 കൂടെ 5 കൂട്ടിയാൽ 6ാം പദം എത്രയായിരിക്കും 30. എടാ x6
ആറാം പദം നന്നായിട്ട് ശ്രദ്ധിച്ചോ, x6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ 30 ദിസ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 25 പ്ലസ് 30 എത്രയാണ്? 55. 5 ഇൻറ്റു 55, 5 ഇൻറ്റു 55 ഒക്കെ ചെയ്യാൻ സുഖം. 55നെ 10 കൊണ്ട് ഗുണിച്ച് പകുതി കണ്ടാൽ മതി. 55നെ 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 550. 550ന്റെ പകുതി 500ന്റെ പകുതി 250, 50ന്റെ പകുതി 25, 275. അപ്പൊ 10 പദങ്ങളുടെ തുക എത്ര കിട്ടി? 275. തുക കാണാൻ നിങ്ങൾക്ക് ഏത് മെത്തേഡും ഉപയോഗിക്കാം. n/2 ഇൻറ്റു x1 പ്ലസ് xn 10 കണ്ടിട്ട് ആ രീതിയിലും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കളെ, ശ്രദ്ധിച്ചോ. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. Then write the sequence got by multiplying the natural numbers by 6 and adding 1. Find the sum of first 15 terms at the sequence. എന്താ സംഭവം? ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ക്ലിയർ ആണല്ലോ. എണ്ണൽ സംഖ്യകളെ 6 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 1 വീതം കൂട്ടിക്കിട്ടുന്ന ശ്രേണി എഴുതുക. ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എഴുതുക. അപ്പൊ ആദ്യത്തെ 15 പദങ്ങളുടെ തുക. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് തുക സം ഈസ് ഈക്വൽ ടു n into n plus 1/2 ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ 15 പദങ്ങളുടെ തുക. അപ്പൊ 15 into 16/2. 15 into 16 ഇതാ തൊട്ട് മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. എവിടെ ചെയ്തിട്ടുള്ളൂ? 15 into 16. ആ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. 15 into 16 എത്രയാണ്? 240/2 സമം എത്ര കിട്ടി? 120. അപ്പൊ ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാണ്? 120 ആണ് മക്കളെ, 120. ഇനി എന്താ ചോദ്യം? റൈറ്റ് ദ സീക്വൻസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദി നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളെ 6 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി. എണ്ണൽ സംഖ്യകളെ 6 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 into 6 പ്ലസ് 1, 2 into 6 പ്ലസ് 1, 3 into 6 പ്ലസ് 1 എക്സെട്ര. ഇതല്ലേ എണ്ണൽ സംഖ്യകളെ 6 കൊണ്ട് ഗുണിച്ചു. 1 കൂട്ടി. അപ്പൊ 1നെ 6 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി, 2നെ 6 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി, 3നെ 6 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി. അങ്ങനെയെങ്കിൽ 1 into 6 6 1 7, 2 into 6 12 13, 3 into 6 18 19 എക്സെട്ര. ഇങ്ങനെ പോകും. അപ്പൊ സമാന്തര ശ്രേണി 7 13 19 എക്സെട്ര എന്ന് കിട്ടും. ചോദ്യം ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ ആദ്യം x1 എന്ന് പറഞ്ഞാൽ 7 ആണ്, d എന്ന് പറഞ്ഞാൽ 6 ആണ്, x15 15 പദങ്ങളുടെ തുകയാണ്. അപ്പൊ 15ാം പദം x1 പ്ലസ് 14d സമം 7 പ്ലസ് 14 into 6 സമം 7 പ്ലസ് 10 4 40, 6 4 24, 10 6 60, 84, 84 7 91. അപ്പൊ x15 എത്ര കിട്ടി? 91. ഇനി ആദ്യത്തെ 15 പദങ്ങളുടെ തുക s15 is equal to n/2 into x1 plus xn is equal to 15/2 into 7 plus 91 സമം 15/2 into 98. 2ഉം 98ഉം വെട്ടിയാൽ 49. 15 into 49 സമം 735. അപ്പൊ 15 പദങ്ങളുടെ തുക നമുക്ക് എത്ര കിട്ടി? 735 കിട്ടി. മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ എഴുതിയ മോഡൽ എക്സാമിന്റെ മാത്സിന്റെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 12 13 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. റെഡിയാണല്ലോ? ഇനി നമ്മുടെ ഈ ക്ലാസ്സുകളുടെ നോട്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ റിവിഷൻ കോഴ്സിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സെറ്റ് ആണല്ലോ? അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.